ഹലോ ഫ്രണ്ട്സ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മുട്ട റോസ്റ്റാണ്. രാവിലെ എല്ലാവരും തിരക്കിലായിരിക്കുമല്ലോ, അപ്പോൾ കറി പെട്ടെന്ന് ഉണ്ടാക്കണം, എന്നാൽ ടേസ്റ്റും വേണം. അങ്ങനെ ഒരു മുട്ട റോസ്റ്റാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. 2 വലിയ സവാള ചെറുതായി അരിഞ്ഞെടുക്കുക. അധികം സ്ലൈസ് ആക്കരുത്, ഒരു നേരിയ കനം വേണം. ഇത് കുക്കറിലേക്ക് ചേർത്ത് ഇതിൽ 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം അധികം വേണ്ട. നമ്മളുടെ ഈ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അപ്പോൾ വെള്ളം അധികം ചേർക്കണ്ട. ഇനി അതൊന്ന് മൂടി വെച്ച് ഒരു 3 വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇനി ചട്ടി വെച്ച് ചട്ടിയിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ്, അതുകൊണ്ട് തന്നെ 1 സ്പൂൺ വെളിച്ചെണ്ണ മാത്രം മതി. ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. സവാള വഴറ്റി തയ്യാറാക്കുമ്പോൾ നമ്മൾ അധികം തന്നെ വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരും. അതൊഴിവാക്കാനാണ് സവാള ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സവാളയ്ക്ക് നല്ല മയവും ഉണ്ടാവും, ടേസ്റ്റും കൂടും. വഴറ്റി വരുമ്പോൾ സവാളയ്ക്ക് നേരിയ കയ്പ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക, എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് 1 പിടി കറിവേപ്പില ചേർക്കുക. 1 സ്പൂൺ ചിക്കൻ മസാല, ഈ മസാല മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുന്ന സ്പൂൺ കൊണ്ട് ഒന്ന് ചെറുതായി ഉടച്ച് കൊടുക്കുക. കുറച്ച് നേരം ഇങ്ങനെ ചെയ്തതിന് ശേഷം ചെറുതായി ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇങ്ങനെ ഉടച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർക്കണം. 3 മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം അല്പസമയം കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഗ്രേവി മുട്ടയിലേക്ക് ചേരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ അധികമില്ലാത്ത, സമയം അധികം എടുക്കാത്ത നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ തയ്യാറാണ്. ഉപ്പ് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. നല്ല അടിപൊളി മുട്ട റോസ്റ്റാണ്. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.